അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, മെറ്റയ്ക്ക് ധാരാളം വയലേഷൻ കണ്ടെത്താനും അത് നീക്കം ചെയ്യാനുമായ രീതികളുണ്ട്, അതിൽ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ഈ IT ആക്ട് പ്രകാരം എടുക്കുന്നതിനപ്പുറത്ത് ഉദ്യോഗസ്ഥർക്ക് കൂടി ഇടപെടാമെന്ന ഭേദഗതി കൂടി വന്നതോടുകൂടി അതിൻ്റെ ഉപയോഗത്തിനും ദുരുപയോഗത്തിനും സാധ്യതകളേറുകയാണ്. ഈ അടുത്ത കാലത്ത് എങ്ങും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒട്ടും കണ്ടിട്ടില്ലാത്ത പ്രവണതയാണ് വാർത്താ കാർഡുകൾ നീക്കം ചെയ്യുക എന്നുള്ളത്. നിയമപരമായി ഇത് സാധ്യമാകുന്നതിന് പ്രവർത്തിക്കേണ്ടുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നിയമ സംവിധാനത്തിൽ IT ആക്ട് അതിൻ്റെ റൂൾസും അനുസരിച്ച് ഈ മെറ്റ പോലുള്ള ഇൻ്റർമീഡിയറീസ് എന്ന് പറയും, അതായത് മാധ്യമങ്ങൾ വാർത്ത നിഷ്പക്ഷമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ പറയുന്ന കണ്ടൻറ്റ് റെഗുലേറ്റ് ചെയ്യാൻ നിഷ്പക്ഷമായിട്ടുള്ള വേദികൾക്ക് അതിനുള്ള പരിമിതികളുണ്ട്. കാരണം ലീഗൽ റിക്വയർമെൻറ്റ് ഏതെങ്കിലും നിയമത്തിനെ ലംഘിച്ചുകൊണ്ട്, ഉദാഹരണം സ്ത്രീ വിരുദ്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈമിന് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഷെഡ്യൂൾ കാസ്റ്റ് അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്, അതിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അട്രോസിറ്റീസ് വരുന്ന ആ രീതിയിലുള്ള കണ്ടൻറ്റ് വരികയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് അത് സ്വമേധയാ നീക്കം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഉത്തരവോ ഗവൺമെൻറ്റിൽ നിന്നുള്ള നിർദ്ദേശമോ വരികയാണെങ്കിൽ, നേരത്തെ 36 മണിക്കൂറായിരുന്നു, ഇപ്പം 3 മണിക്കൂറിനകത്ത് അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ ലയബിളാണ്, താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് താങ്കൾ ലയബിളാണ്. പക്ഷേ ഇതൊരു മാധ്യമം വഴി പ്രക്ഷേപണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റഗ്രാം പോലുള്ള ഒരു കണ്ടൻറ്റ് അവിടെ പ്രതിഫലിക്കുമ്പോൾ അവർക്ക് പബ്ലിഷറുടേതായിട്ടുള്ള ഒരു ലയബിലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. പബ്ലിഷ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ ചെയ്യുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിരിക്കും, ക്രിമിനൽ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ പബ്ലിഷർക്ക് അതിന് ക്രിമിനൽ ലയബിലിറ്റി വരാതിരിക്കാൻ ഒരു പ്രത്യേക നിയമ സംവിധാനത്തിൽ ഒരു പരിരക്ഷയുണ്ട്. ആ പരിരക്ഷ കിട്ടണമെങ്കിൽ അത് മിനിമം ഡ്യൂ ഡിലിജൻസ് അതിനകത്ത് നോക്കുകയും ക്രിമിനൽ ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യാതിരിക്കുകയും, പിന്നെ റിക്വസ്റ്റ് വരികയാണ്, കോടതിയിൽ നിന്നുള്ള ഓർഡറോ ഗവൺമെൻറ്റിൽ നിന്നുള്ള നിർദ്ദേശമോ വരികയാണെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. സേഫ് ഹാർബർ റൂൾസ് എന്ന് പറയും. കാരണം ഇത് മാറ്റി ആ രീതിയിൽ സംരക്ഷിക്കപ്പെടും. പിന്നെ നിയമപരമായിട്ട് ഈ ഇൻ്റർമീഡിയറെ അല്ലെങ്കിൽ മാധ്യമ ഇത് പ്രക്ഷേപണം ചെയ്യാൻ ഉപയോഗിക്കുന്ന വേദിക്കെതിരെ കേസ് നിൽക്കുന്നതല്ല. അപ്പോൾ ആ പരിരക്ഷ കിട്ടണമെങ്കിൽ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ വസ്തുതകൾ എന്തൊക്കെയാണ്, ഏത് സാഹചര്യത്തിൽ ആരുടെ റിക്വസ്റ്റിൻ്റെ പുറത്താണ് മെറ്റ ഇത് റിമൂവ് ചെയ്തിരിക്കുന്നത്? ഈ കാർഡുകൾ റിമൂവ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്നൊരു നിർദ്ദേശം വന്നോ ഒഫീഷ്യലായിട്ട്, അതോ ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യായിരുന്നോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് അടിക്കുകയോ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു കംപ്ലൈൻറ്റ്, ഇത് സ്ട്രൈക്ക് എന്ന് പറയും, ഇതിൽ ഒരു ആരെങ്കിലും ഒരു കോപ്പിറൈറ്റ് വയലേഷൻ ആകാം, ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷേപം വന്നിട്ട് അത് നോക്കാതെ ഈ ഇൻ്റർമീഡിയറി അത് സ്വമേധയാ അത് തെറ്റായ രീതിയിൽ നീക്കം ചെയ്തതാണോ, ആണെങ്കിൽ അത് പെട്ടെന്ന് റെസ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ആ നീക്കം ചെയ്യപ്പെട്ട ഭാഗം പിന്നീട് റെസ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഇത് ഈ ഇന്നലത്തെ പ്രതിപക്ഷ നേതാവാണ്, ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് എൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ മനോരമ TV-ലാണെന്ന് തോന്നുന്നു, പണ്ട് ഇതുപോലെ റിമൂവ് ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ഒരു പരാതി വന്നു. അന്ന് ഇലക്ഷൻ കമ്മീഷനായിരുന്ന ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രത്തൻ ഖേൽക്കർ പറഞ്ഞത് ഒരു കമൻറ്റ് മാത്രം റിമൂവ് ചെയ്യാനാണ് റിക്വസ്റ്റ് ചെയ്തത്. ആ കമൻറ്റ് എന്തോ പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ആഹ്വാനം ആ രീതിയിലുള്ളതായിരുന്നു. പക്ഷേ അത് തെറ്റായ രീതിയിൽ ആ ഇൻ്റർവ്യൂ മുഴുവനായിട്ട് റിമൂവ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ സംഭവിച്ചതാണോ, ആകസ്മികമായിട്ട് സംഭവിച്ചതാണോ, അതോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും? നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചു. അതിൽ മെറ്റയുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഉണ്ടാവുകയും ചെയ്തു. അതിൽ മെറ്റ നമുക്കറിയാവുന്നതാണ്, മെറ്റ ഏത് ഇടത്തു നിന്ന് എന്നത് സംബന്ധിച്ച് വിശദീകരിക്കില്ല. അതിന്റെ കാരണം മാത്രമാണ് വ്യക്തമാക്കുക. വെൻ ഫേസ്ബുക്ക് റെസ്ട്രിക്ട്സ് എ പോസ്റ്റ് ലോക്കലി ഡ്യൂ ടു എ ഗവൺമെന്റ് ഓർ ലോ എൻഫോഴ്സ്മെന്റ് directive under India's information technology rules, it signifies that the Meta has received a legitimate legal order from government body or court to limit access to that specific content within that area എന്നതാണ് അതിൽ പറയുന്നത്. We are unable to submit an appeal on your behalf എന്നത് കൂടി പറയുന്നത്. മെറ്റയുടെ
ഈ പോളിസീസിന് വിരുദ്ധമല്ലാത്തതിനാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകാൻ കഴിയില്ല. പക്ഷേ ഈ സാഹചര്യങ്ങളാലാണ് ഈ കാർഡ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് എന്നത് സംബന്ധിച്ച മറുപടി മെറ്റയിൽ നിന്നുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്കിത് ലീഗലി ഇത് ടെസ്റ്റ് ചെയ്യാം. ഒരു കോടതിയിൽ ഇത് ചാലഞ്ച് ചെയ്യാം. ഇപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഇത് റിമൂവ് ചെയ്യപ്പെട്ടത്, ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടുന്ന ഏതെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഹൈക്കോടതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടും. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിമർശനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കാണാതായ ജോണിൻ്റെ മക്കൾക്ക് അത് ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു വിമർശനം വന്നത്, സ്വയം ഞാൻ ടീം VDSൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് ഒരാൾ അവകാശപ്പെടുന്നു. അങ്ങനെയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട്, അല്ലെങ്കിൽ ടീം VDS എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് ഇല്ല എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഗവൺമെൻറ് ഇതിനകത്ത് എന്താണ് ഇല്ലീഗാലിറ്റി മെറ്റയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഇല്ലീഗാലിറ്റിയാണ് ഗവൺമെൻറ് ഈ നിർദ്ദേശമായിട്ട് ഈ കാർഡ് റിമൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു കോർട്ട് ഓഫ് ലോയിൽ ടെസ്റ്റ് അങ്ങനെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അധികാര പരിധി ലംഘിക്കുന്നതിനെതിരെ കോടതിയിൽ നിന്ന് നിർദ്ദേശം വരുന്നതാണ്. അത് തിരിച്ചടിയാകും. ഇങ്ങനെ ഈ മാറ്റാൻ നിർദ്ദേശിക്കുന്നത് ഗവൺമെന്റിനെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അത് ആരെങ്കിലും തെറ്റായ രീതിയിൽ എനിക്ക് ഒരു ചോദ്യം കൂടി അങ്ങയോടുണ്ട്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ശരിയാണ്, രാജ്യത്ത് എന്ത് നീതി നിഷേധം ഉണ്ടായാലും നമുക്ക് കോടതിയിലേക്ക് പോകാം. പക്ഷേ മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വാർത്തകൾ നൽകാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പം നോക്കൂ, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാർഡ്, അതിൻ്റെ തലക്കെട്ട് ഈ കാർഡും നീക്കുമോ എന്നതാണ്. ഇങ്ങനെ ഒരു കാർഡ് 1 മണിക്കൂറിനുള്ളിൽ, നേരത്തെ അങ്ങ് പറഞ്ഞു 3 മണിക്കൂറിനുള്ളിലാകാമെന്ന്, 1 മണിക്കൂർ തികയുന്നതിന് മുൻപ് അത് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ കാർഡിൻ്റെ കണ്ടന്റ് താഴെ കൊടുത്ത് തിരികെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുകളിലത്തെ നിലയിലെത്തി മിനിറ്റുകൾക്കകം തന്നെ ആ കാർഡ് നീക്കം ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്ന് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാർഡ് കൊടുത്ത് നമുക്ക് കോടതിയിലേക്ക് പോകാൻ കഴിയില്ല. അതിനാണല്ലോ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുക. ഓരോ വാർത്തയും കോടതിയിൽ പോയി അതിന് സെൻസർഷിപ്പ് നേടിയെടുത്ത് വരിക എന്ന് പറയുന്നത് സാധ്യമാണോ? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ അത് ഒരു സംശയം തന്നെയാണ്. കാരണം ഇപ്പോൾ തീർച്ചയായിട്ടില്ല, മെറ്റയുടെ റിപ്ലൈ വന്നു, മനസ്സിലായി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ, ഈ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ ആരെങ്കിലും തെറ്റായൊരു തീരുമാനം എടുത്തതാണോ, അതിനെന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടോ എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ്, വാർത്ത ശരിയാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശക്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കോടതിയിൽ ഇത് പ്രൂവ് ചെയ്യുക. ഇത് തുടക്കം മാത്രമാകാം. ഒരു പ്രാവശ്യം സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം വീണ്ടും ഫൈറ്റ് ചെയ്താണ് പലപ്പോഴും അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നത്. പണ്ട് മീഡിയ വണ്ണിനെതിരെ ഒരു ബാൻ ഉണ്ടായപ്പോൾ സുപ്രീം കോടതി വരെ ചെന്നിട്ടാണ് ആ സുപ്രീം കോടതി അത് ബാൻ നീക്കി കൊടുത്തത്. അപ്പോൾ അതേപോലുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് തെറ്റായിട്ട് ആകസ്മികമായി സംഭവിച്ചൊരു വീഴ്ചയാണോ, അതോ മനഃപൂർവ്വം ഗവൺമെൻറ് ഇതിന് കടിഞ്ഞാണിടാൻ ശ്രമിക്കുന്നതാണോ? നേരത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ നീക്കം ചെയ്തതിന് മാർക്ക് സുക്കർബർഗ് മാപ്പ് പറയണമെന്നൊരാവശ്യം പാർലമെന്റിൽ ഉന്നയിക്കുകയുണ്ടായി. ഗവൺമെൻറ് അത് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ തന്നെ ഉള്ള ആ പരിരക്ഷ മതിയോ? ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ പിന്നോട്ടാണ്. അപ്പം നിയമങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് വളരെ വലിയ അധികാരമുണ്ട്. ആ അധികാര പരിധി നിശ്ചയിക്കുന്നതും കോടതിയാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതിലേക്കൊരു ചൂണ്ടുപലകയാകും. പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതൊരു നാളത്തേക്ക് ഇത് റെസ്റ്റോർ ചെയ്ത് കിട്ടുമോ, അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഗവൺമെന്റ് എന്താണ് പറയുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എന്ത് വിലയാണ് ഗവൺമെന്റ് കൽപ്പിക്കുന്നതെന്ന് കൂടി അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. വളരെ നന്ദി ശ്രീ പ്രശാന്ത് പത്മനാഭൻ. Debate with Madhu Saji.